ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹുമ ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഗൗണിന്റെ മെഷർമെന്റ് എടുക്കുക എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മള് ചുരിദാറിന്റെ ടോപ്പിന്റെയും അതിന്റെ കോട്ടത്തിന്റെയും ഒക്കെ മെഷർമെന്റ് എങ്ങനെ എടുക്കുക എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് വേണ്ടവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ ഗൗണിന്റെ മെഷർമെന്റ് എങ്ങനെ നമുക്ക് എടുക്കാം എന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഷോൾഡറിന്റെ മെഷർമെന്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ അത് ബാക്കിൽ നിന്ന് നമുക്ക് ഷോൾഡറിന്റെ മെഷർമെന്റ് എടുക്കാം. ഇവിടെ ഷോൾഡറിന്റെ മെഷർമെന്റ് വന്നിരിക്കുന്നത് 50 ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഫുൾ ലെങ്ത് എത്ര വേണമെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ഷോൾഡറിന്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്ര ലെങ്ത് ആണ് വേണ്ടത് അത്ര ലെങ്ത് ഇവിടെ അടിയാളപ്പെടുത്തുക. ഇവിടെ ഇപ്പൊ ഞാൻ 57 എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ ലെങ്ത് വരുന്നത് 57 ആണ്. ഇനി നമുക്ക് ഈ യോക്ക് പാർട്ടിന്റെ മെഷർമെന്റ് എടുക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇവിടെ ഷോൾഡറിന്റെ അവിടെ വെച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പൊ ഇതിന്റെ മെഷർമെന്റ് കിട്ടിയേക്കുന്നത് 15.5 ആണ് ഇതിന്റെ മെഷർമെന്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോക്കിന്റെ അവിടുന്ന് താഴോട്ടുള്ള മെഷർമെന്റ് ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽ നിന്ന് ഈ യോക്ക് പാർട്ടിന്റെ മെഷർമെന്റ് അവിടുന്ന് കുറച്ചിട്ട് ബാക്കി എത്രയാണോ അത് നമുക്ക് താഴത്തേക്കുള്ള പാർട്ടിനെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ആം ഹോൾ ആണ്. ആം ഹോളിന്റെ ലെങ്ത് നമുക്ക് ഈ കൈക്കുഴിയുടെ അവിടുന്ന് ടേപ്പ് ഇട്ടിട്ട് എടുക്കാം. ഇവിടെ 16.5 ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് ആണ് മെഷർ ചെയ്യേണ്ടത്. അതിനായിട്ട് ഷോൾഡറിന്റെ എൻഡിങ്ങിന്റെ അവിടെ നമുക്ക് ടേപ്പ് വെക്കാം. ഇവിടെ എന്റെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് 13 ആണ്. അപ്പൊ ഇതിന്റെ സ്ലീവ് ലെങ്ത് 13 ഇഞ്ചാണ്. ഇനി ഇതിന്റെ ലൂസ് എങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ സ്ലീവ് ലെങ്ത്തിന്റെ എൻഡ് വരുന്നത് ആ എൻഡിന്റെ അവിടുന്ന് വേണം നമുക്ക് സ്ലീവിന്റെ ലൂസ് നമുക്ക് മെഷർ ചെയ്യാൻ. അപ്പൊ ഇത് നമുക്ക് മെഷർ ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 14 ആണ് ഇവിടെ സ്ലീവിന്റെ ലൂസ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നെക്കാണ് നോക്കേണ്ടത്. നെക്ക് ഒരു നോർമൽ നെക്കിന് ഇവിടെ 6 ഇഞ്ചായിരിക്കും നമുക്ക് നെക്കിന്റെ വിഡ്ത് വരുന്നത്. അതിന്റെ പാതി 3 ഇഞ്ചാണ് നമ്മൾ ഇതിവിടെ മാർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ ലെങ്ത് അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചായിരിക്കും നമുക്ക് ലെങ്ത് എടുക്കാൻ പറ്റുക. ഇപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് 7 ഇഞ്ചാണ്. ചിലവർക്ക് അത് 7 ആക്കണേ 7 ആക്കാം. അതിൽ അത്ര വേണ്ടെങ്കിൽ അതിനും കുറച്ച് നമുക്ക് നെക്കിന്റെ ലെങ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിന്റെ ചെസ്റ്റിന്റെ മെഷർമെന്റ് ആണ് നോക്കേണ്ടത്. അതിനായി ഈ കൈക്കുഴിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ടേപ്പ് ഇട്ടിട്ട് മെഷർ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് 37.5 കിട്ടും. ഇനി ഇതിന്റെ വേസ്റ്റ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 34.5 കിട്ടും. ഈ രണ്ട് മെഷർമെന്റ് മതി. ഇതിന് ഹിപ്പ് വേണമെന്നില്ല, ഇതിന് ചെസ്റ്റും വേസ്റ്റും മാത്രം മതി. അപ്പൊ നമ്മുടെ ഗൗണിന്റെ മെഷർമെന്റ് എങ്ങനെ എടുക്കാന്നുള്ള ഈ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.